ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജീസ് പറയും. അത് നിങ്ങളുമായി മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡായി തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായി കണക്റ്റ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നിങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. ഈ ഒരു ഡിഫറൻസുകളാണ് നിങ്ങളെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്നത്. അത് ചിലപ്പോൾ റിലീജിയൻ ആകാം, കാസ്റ്റ് ആകാം, അല്ലെങ്കിൽ അതർ കൺട്രീസിലുള്ളവരാകാം, ഇങ്ങനെ പല കാര്യങ്ങളും ആകാം. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ വളരെ വൂണ്ടഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ വളരെ വിഷമത്തിലുള്ളതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും ആകാം, അതുമല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്നതും ഒരു കാരണമാകാം. പലപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ ഇവരിങ്ങനെ മൂടി വയ്ക്കാനായിട്ട് ശ്രമിച്ചാലും അത് പല സമയത്തും പല സാഹചര്യത്തിലും ആ ഓർമ്മകൾ ഇങ്ങനെ തള്ളിക്കയറി വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ കൊടുത്ത ആ ഒരു പഴയ വേദന, മുറിവ്, അതാണ് ഈ വ്യക്തിയുടെ ഓർമ്മയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും അവർ ഹൃദയം കല്ലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മേ ബി അതിന് തക്കതായിട്ടുള്ളൊരു ഇഷ്യൂ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അതായത് സ്റ്റേബിളായിട്ടുള്ള ഒരു സ്നേഹം. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ വ്യക്തിക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടോ എന്ന്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻസ് ഉണ്ട്. സ്റ്റേബിളായിട്ടുള്ള ഒരു ഇമോഷൻ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്കുള്ളത്. പക്ഷേ അവരത് പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ പലപ്പോഴും ജീവിക്കാൻ ശ്വാസം വേണമെന്ന പോലെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളൊരു പ്രൈം ഫാക്ടറാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിവരെ ഒരു ഇമോഷണലി സപ്പോർട്ട് ചെയ്തതുപോലെ ഇവരെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിലും ഇവരെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇവർ വിശ്വസിക്കുന്നുമില്ല. അതായത് അവർക്കുണ്ടായിരുന്ന ഒരു ബാക്ക് ബോൺ ഇളകിപ്പോയി എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അവരെടുത്തൊരു ഡിസിഷൻ റോങ് ആയിപ്പോയി എന്ന് അവർ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ലൈഫാണ്, ഇനി ഒരിക്കലും അതിനെ തിരുത്താൻ സാധിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ലോട്ട് ഓഫ് എഫേർട്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അതിലേറെ എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് തന്നെയാണ് ജീവിതത്തിൽ മരിക്കുന്നത് വരെ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് കണ്ടില്ല എന്ന് നടിക്കാൻ ഈ പേഴ്സൺ ആവില്ല എന്നത് സത്യമാണ്. അവരുടെ മനസ്സിൽ എവിടെയൊക്കെയോ നിങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് അവർ ജസ്റ്റിസ് കാണിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന പോലെ തന്നെ അവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ഒരു പ്രസൻ്റ്ലി ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അതിനകത്ത് നിന്ന് ആൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല. ഈ പേഴ്സണ് ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്നും പോയതിൽ പിന്നെ ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് ഈ പേഴ്സണ് ഉള്ളതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ വെളുത്ത മുടികൾ, നരയ്ക്കുന്ന മുടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നു. തൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, ശരീരം വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. പുറമേ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഔട്ട്ഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അതല്ല സത്യം. ഈ വ്യക്തി അൺഹാപ്പിയാണ്. അവർ വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ സാക്രിഫൈസ് ചെയ്യുകയാണ്. കാരണം ആളെ ഇപ്പോൾ ഉണ്ടായിരുന്നത് കളഞ്ഞു പോയി, നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇനി ഉള്ളതെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അങ്ങനെയുള്ള രീതിയിൽ. കാരണം ഇനി തിരിച്ച് കിട്ടില്ല എന്ന് ആൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് അയാളിപ്പോൾ എന്ത് കൊടുത്തിട്ടും ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇതിൽ റിലേഷൻഷിപ്പിൽ തുടരാനായിട്ട് സാക്രിഫൈസ് ചെയ്തിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ സൂൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട്. ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടി അടുക്കുന്നുണ്ടെങ്കിലും ഫിസിക്കലി അങ്ങനെ ഒന്നും ചെയ്യാത്തതായിട്ടാണ് കാണുന്നത്. അയാൾ മനസ്സുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെടുക്കുന്നത്. ഫിസിക്കലി അയാൾ ഒന്നും ചെയ്യാത്തതായിട്ട് കാണുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ
ഈ ഒരു പേഴ്സൻ്റെ സോള് നിങ്ങളുടെ ഇഷ്ടത്തിനും സ്നേഹത്തിനും വേണ്ടി ദാഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.